നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ 94ാമത് വാർഷികാഘോഷം നടന്നു. ദീർഘകാലം സ്കൂളിൽ സേവനമനുഷ്ഠിച്ച അധ്യാപകരുടെയും ഉദ്യോഗസ്ഥരുടെയും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 94ാമത് വാർഷികാഘോഷവും വിരമിക്കൽ ചടങ്ങും നടന്നു. സ്കൂൾ ബാൻഡിന്റെയും NCC കേഡറ്റുകളുടെയും അകമ്പടിയോടെയാണ് വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് സ്വീകരിച്ചത്. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച രംഗപൂജയോടെയാണ് പൊതുസമ്മേളനത്തിന് തുടക്കമായത്. സത്യവും ജീവനുമേ വഴിയും സത്യവും ജീവനുമേ. നവജ്യോതി കോർപ്പറേറ്റ് മാനേജറും നവജ്യോതി പ്രോവിൻസർ സുപ്പീരിയറുമായ സിസ്റ്റർ ജെസിൻ തെരേസ ഉദ്ഘാടനം ചെയ്തു. എന്തെല്ലാം നേട്ടങ്ങൾ, കോട്ടങ്ങൾ, ഇനിയും എന്തെല്ലാം നേടിയെടുക്കേണ്ടതുണ്ട്, എന്തൊക്കെ നടപ്പാക്കാനായി സാധിച്ചു, ഇനി എന്തെല്ലാം നടപ്പാക്കാനായി സാധിക്കും, എന്തൊക്കെ ഫലപ്രാപ്തിയിൽ എത്തിച്ചേർക്കാൻ സാധിച്ചു, ഇനിയും എന്തൊക്കെ ഫലപ്രാപ്തിയിൽ എത്തേണ്ടതുണ്ട് തുടങ്ങി നമ്മുടെ മികവുകൾ, കുറവുകൾ, നേട്ടങ്ങൾ ഇവയെല്ലാം ഒരു വിലയിരുത്തുന്ന ഒരു വേദി കൂടിയാണ് ഈ വാർഷികാഘോഷ വേദി. എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം? ചുരുക്കിയ പല പണ്ഡിതന്മാരുടെയും ആ നിർവചനത്തിൽ നിന്ന് കൂട്ടിച്ചേർത്ത ഒറ്റ വാക്കിൽ ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാടിനും രാജ്യത്തിനും ലോകത്തിനും ചേരുന്ന മനുഷ്യനെ സൃഷ്ടിക്കുന്ന, മനുഷ്യനെ പുനഃസൃഷ്ടിക്കുന്ന ഒരിടമാണ് വിദ്യാലയം. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ സ്വയം പ്രകാശിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ വാർത്തെടുക്കുന്ന ഒരിടം, അതാണ് സത്യത്തിൽ ഒരു വിദ്യാലയം. ചേലക്കര സെന്റ് മേരീസ് ഫൊറോന ഇടവക വികാരി ഫാദർ ജോൺസൺ ഒലക്കെങ്കിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാമനാഥപുരം ബിഷപ്പ് പോൾ ആലപ്പാട്ട്, കൃപാജ്യോതി പ്രോവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഡോക്ടർ ആശ ജോൺ, LFGHSS പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി മരിയ, SPC നോഡൽ ഓഫീസറും SSP തൃശൂർ പോലീസ് സൂപ്രണ്ടുമായ P വാഹിദ്, ചേലക്കര സബ് ഇൻസ്പെക്ടർ നിഖിൽ, വാർഡ് മെമ്പർ T ഗോപാലകൃഷ്ണൻ, LF കോൺവെന്റ് സുപ്പീരിയർ ലിയ ജോസ്, LF LP സ്കൂൾ പ്രധാനാധ്യാപിക മരിയ തെരേസ,
LFGHS ലോക്കൽ മാനേജർ എൽസ ജോസി, പ്രദീപ്, PTA പ്രസിഡന്റ് PK ബെന്നിച്ചൻ, LF നഴ്സറി പ്രധാനാധ്യാപിക സിസ്റ്റർ വിജയ തോമസ്, LF LP സ്കൂൾ PTA പ്രസിഡന്റ് AP വർഗീസ്, സിസ്റ്റർ അൽഫോൺസ് മരിയ, സിസ്റ്റർ ജെസി ജോസഫ്, N നാൻസി മാത്യൂസ്, സിസ്റ്റർ ടെസ്ലിൻ ജോൺ, KV ബെറ്റി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഈ നാടിനെ സംസ്കാര സമ്പന്നമാക്കാനും ഉയർച്ചയിലേക്ക് നയിക്കാനും ആവശ്യമായത് വിദ്യാഭ്യാസമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഒരു വിദ്യാലയം സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ആരായിരിക്കണം വിദ്യാലയത്തെ നയിക്കേണ്ടത്? തീർച്ചയായിട്ടും മറിയം ത്രേസ്യയുടെ തിരുക്കുടുംബ സന്യാസി സമൂഹമാണ് അത് ഏറ്റവും നല്ലതെന്ന് അദ്ദേഹം ചിന്തിച്ചു. കാരണം വിദ്യാഭ്യാസ രംഗത്ത് എന്നതിനേക്കാൾ കൂടുതലായിട്ട് കുടുംബ നവീകരണങ്ങളെ ബന്ധത്തിൽ കുടുംബ നവീകരണ പ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിച്ചിരുന്ന വിശുദ്ധ മറിയം ത്രേസ്യ കുടുംബങ്ങളിൽ ചെന്ന് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ കാണുകയും പരിചരിക്കുകയും ചെയ്തുകൊണ്ട് കുടുംബങ്ങളുടെ നവീകരണത്തിലൂടെ ഒരു നാട് നവീകരിക്കപ്പെടുകയും വളരുകയും വികസിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അതോടൊപ്പം വിദ്യാഭ്യാസവും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഹോളി ഫാമിലി സിസ്റ്റേഴ്സിന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചത്. തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ വെച്ച് നടന്നു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളോടുകൂടി പരിപാടിക്ക് സമാപനം കുറിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.